40 മുട്ടയുണ്ടായിരുന്നു. അതിൽ 10 എണ്ണം വിരിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ബാക്കിയും വിരിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാമ്പിനെ പിടികൂടാൻ വനം വകുപ്പിന്റെ പരിശീലനം ലഭിച്ചിട്ടുള്ള പട്ടണക്കാട് സ്വദേശി തമ്പിയുടെ വീട്ടിലാണ് മുട്ടകൾ വിരിഞ്ഞത്. കഴിഞ്ഞ മാസമാണ് ഒരു ഒഴിഞ്ഞ പുരയിടത്തിൽ നിന്ന് തമ്പി ഈ മലമ്പാമ്പിനെ പിടികൂടിയത്. സമീപത്ത് നിന്ന് മുട്ടയും ലഭിച്ചു. വനം വകുപ്പിന്റെ അനുമതിയോടെ പാമ്പിനെയും ഒപ്പം മുട്ടയും വീട്ടിലേക്ക് കൂട്ടി. പാമ്പിനടയിരിക്കാനായി പ്രത്യേക സൗകര്യമൊരുക്കി. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 3-4 പേര് ഓടി വന്ന് വെടിവെച്ച് തല്ലി അങ്ങോട്ട് കൊല്ലുക, എന്നിട്ട് അതിൻ്റെ ഇടപാട് തീർക്കുക. ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ അതിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ട് ഒരു 10-12 വർഷമായി ഞാൻ അതിനെ എവിടെ കണ്ടാലും അല്ലെങ്കിൽ എവിടെ ആരെങ്കിലും വിളിച്ചാലും ഞാൻ അതിനെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വെച്ച് വനപാലകർക്ക് റാന്നിയിൽ നിന്ന് വനപാലകർ എൻ്റെ വീട്ടിൽ വന്ന് അവരത് കളക്ട് ചെയ്തിട്ട് പോകും. മലമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വനത്തിൽ തുറന്നുവിടാനായി കൊണ്ടുപോയി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘു, നമ്മളൊക്കെ കോഴിയുടെ മുട്ടയൊക്കെ അടവെച്ച് വിരിയിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായൊരു സംഭവമായിപ്പോയി. ഏതായാലും കുറച്ച് ധൈര്യമൊക്കെ ഉള്ളവർക്ക് മാത്രം കണ്ടു നിൽക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. അതങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നിരവധിയായിട്ട് ഇഴഞ്ഞു നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ ഈ നമ്മൾ ദേഹം പെരുക്കുക എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. രഘുവിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ആലപ്പുഴയിൽ എത്തിയിട്ട് 6 മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനിടെ 3 തവണയെങ്കിലും തമ്പിച്ചേട്ടൻ പാമ്പിനെ പിടിക്കുന്ന വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരിടത്ത് പാമ്പ് പിടിക്കാൻ പോയതാണ്. അവിടെ JCB ഉപയോഗിച്ചൊരു പുരയിടം വൃത്തിയാക്കുന്നതിനിടയിലാണ് പെരുമ്പാമ്പിൻ്റെ കൂട് കണ്ടത്. അതിനോടടുത്ത് തന്നെ മുട്ടയും ഉണ്ടായിരുന്നു. അത് വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി വീട്ടിലെത്തിച്ച് പ്രത്യേക പരിചരണം നൽകിയാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുത്താണത് പിരിച്ചത്. നമ്മൾ ഗൂഗിളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു പെരുമ്പാമ്പ് 100 മുട്ട വരെ ഇടും. അതിനൊരു 2 മാസമെങ്കിലും വേണ്ടി വരും ഇത്തരത്തിൽ അടവെച്ച് വിരിയിച്ച് പാമ്പ് പുറത്തേക്ക് വരാൻ വേണ്ടി. ഈ വിഷമുള്ള ഇനത്തിലുള്ള പാമ്പല്ല പെരുമ്പാമ്പ്, പക്ഷേ ഇത് ആളുകളെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊല്ലുന്നത്. അതുകൊണ്ട് ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ജീവഹാനിയൊക്കെ ഉണ്ടാക്കാൻ ശേഷിയുള്ള പെരുമ്പാമ്പാണ്. ഇതിന് 6 അടിയോളം നീളമുണ്ടാവും, 100 കിലോഗ്രാമോളം ഭാരവും ഉണ്ടാകുന്ന അത്രയും വലിയ സൈസുള്ളൊരു പാമ്പാണിത്. വിഷമില്ലെന്നേ ഉള്ളൂ, പക്ഷേ ആളുകളെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വരിഞ്ഞ് മുറുക്കി കൊല്ലും. തമ്പിച്ചേട്ടന് നിലവിൽ വനം വകുപ്പിൻ്റെ അനുമതി ഉള്ളതാണ് പാമ്പിനെയൊക്കെ പിടിക്കാൻ. സാധാരണ നിലയിൽ പിടിക്കുന്ന പാമ്പുകളെ വനം വകുപ്പിന് കൈമാറി അവർ പിന്നീട് കാട്ടിൽ തുറന്നുവിടും. ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് അതാണ് രഘു, ഞാനും ആലോചിക്കുകയായിരുന്നു. ഈ പാമ്പിന്റെ മുട്ടയൊക്കെ വീട്ടിൽ അടവെച്ച് വിരിയിച്ചു എന്ന് പറയുമ്പോൾ മറ്റാരും ഇതിന് മുതിരരുത്. വനം വകുപ്പിന്റെ പ്രത്യേക ലൈസൻസ് ഉള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലോർക്കണം.